ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിലത്തെ ഒരു കുഞ്ഞൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഔട്ടിങ്ങും അതുപോലെ നമ്മൾ കിച്ചണിലേക്ക് പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വീക്കെൻഡാണ്, സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ മിക്ക സൺഡേസും ഇതുപോലെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് 5 മിനിറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മിക്ക സൺഡേയും കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് തന്നെ ടൈം ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ലാവിഷായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബിസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വിക്കായിട്ടുള്ള 5 മിനിറ്റ്സിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓംലെറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. വീട്ടിലുണ്ടാക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വെച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ മുളക് പൊടി ആദ്യം തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും കലങ്ങി കിട്ടും കേട്ടോ. അല്ല മുട്ട ഒഴിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടം ഒരുപോലെ അങ്ങോട്ട് കലങ്ങി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് മുട്ടയും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളക് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചൂടായ തവയിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഓംലേറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഓംലേറ്റിൻ്റെ മുകളിലേക്ക് ഇതുപോലെ 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓംലേറ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ 2 സൈഡിലും കുറച്ച് ഓംലെറ്റിൻ്റെ ഭാഗങ്ങളുണ്ടാവും. അത് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 സ്ലൈസ് ബ്രെഡും കൂടിയും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ബ്രെഡ് മൊരിഞ്ഞ് വന്നിട്ടില്ലല്ലോ, അതൊന്ന് ആ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാം. വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ടൈപ്പുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചൂടോട് കൂടി ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയിട്ട് മടുകാവ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് തലേദിവസം തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ചൂടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരില്ലയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അധികം ഫോഴ്സ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ 5 മണി വരെ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കോൾവ ബീച്ച് വരെ വന്നു കേട്ടോ. അപ്പോൾ ബീച്ചിൽ വന്നിട്ട് കുറേ നാളായിട്ട്, ഇപ്പോൾ മക്കൾക്കും എക്സാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറേ നാളായിട്ട് ഇപ്പോൾ ബീച്ചിലേക്കൊന്നും വരവില്ല. അപ്പോൾ നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് തിരിച്ചു പോന്നു. മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കൊക്കെ കാര്യങ്ങളും അപ്പോഴാണ് കേട്ടോ രസം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കിടന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ കോള സൈഡ് ആ ഏരിയയിൽ തന്നെ ഇതുപോലെ കുറച്ച് കടകളുണ്ടാവും, നമ്മുടെ ഡ്രൈഡ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ കിട്ടണത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ കയറി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാഷ്യൂനട്ടും റേസിൻസും ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലൂബെറീസില്ലേ അത് വാങ്ങിച്ചു, മാഷ്മെലോസ് വാങ്ങിച്ചു, ഗോവയിലത്തെ ബിബിൻക കിട്ടിയിരുന്നു അവിടെ, അത് വാങ്ങിച്ചു. പിന്നെ കൊക്കം ജ്യൂസ്, ഗോവയിലത്തെ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കില്ലേ പുളി, കുടംപുളി, അതിന് പകരം ഇവിടെ ഗോവക്കാർ കറികളിൽ ഉപയോഗിക്കണം എന്താണ് കൊക്കും. അപ്പോൾ അതിൻ്റെ ജ്യൂസ് സ്ക്വാഷായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ വരണ വഴിയിൽ നല്ല വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കരിമ്പ് ജ്യൂസ് കണ്ടു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയും നിർത്തിയായിരുന്നു.
പിന്നെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അന്ന് വാങ്ങലൊന്നും നടന്നില്ല കേട്ടോ. സൺഡേ ആയിട്ട് കുറേ കടകളൊക്കെ മുടക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു 1-1.5 മണിക്കൂർ അവിടുന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ പോയതല്ലേ, നമ്മൾ രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം പോയിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇനി കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റെ കുപ്രസ് റേഞ്ചിലുള്ള ഫ്രൈങ് പാനാണ് കേട്ടോ. 1.9 ലിറ്റർ കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്, കോപ്പർ ബേസ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ് കേട്ടോ. കോപ്പർ ഇപ്പോൾ എല്ലായിടത്തും നല്ലതാണെന്ന് പറയുന്നില്ലേ, അതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഗ്യാസ്മേലും ഇൻഡക്ഷന്മേലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്നതാണ് പറയുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഹാൻഡിലായതുകൊണ്ട് തന്നെ അത് കൂളാണെന്നാണ് പറയുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കടക്കിലൊന്നും പോയി പിടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇതേ പ്രസ്റ്റീജിൻ്റെ തന്നെ സ്റ്റോൺ വെയറിൻ്റെ സീരീസിൽ ഇതുപോലത്തെ തന്നെ ഹാൻഡിലാണ് കേട്ടോ വരണത്. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ കടക്കിൽ പോയി പിടിച്ചതോട് കൂടിയിട്ട് കൈ നന്നായി പൊള്ളി. അപ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്ത് പിടിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കവർമ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനിത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമുക്കതിൻ്റെ ശരിക്കുള്ള റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി രണ്ടാമതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റെ തന്നെ പ്ലാറ്റിന റേഞ്ചിലുള്ള ഒരു കാസറോൾ ടൈപ്പുള്ള കുക്ക് വെയറാണ് കേട്ടോ. ഇത് നമുക്ക് 4.6 ലിറ്റർ കൊള്ളുന്ന അളവിലുള്ളതാണ്. അപ്പോൾ പുലാവും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിലും അങ്ങനെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കാണാൻ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ സെർവ് ചെയ്യാനും ഇതേ സെയിം പാത്രം തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചാലും നല്ല സ്റ്റൈലിഷ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അതുപോലെ ഗ്ലാസ് കൊണ്ടുള്ള മൂടിയാണ്. അപ്പോൾ നമുക്ക് കുക്കാവുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഗ്യാസുമ്മലും അതുപോലെ തന്നെ ഇൻഡക്ഷനുമ്മലും അതുമ്മലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയണത്. അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രമല്ല ഫ്രൈ ചെയ്യാനും ഈ ഒരു പാത്രം കൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ലാറയുടെ വിൻറ്റേജ് കളക്ഷനിൽ വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ആയിട്ടുള്ള ഡിന്നർ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതേ വൈറ്റ് കളറിൽ സൈഡിൽ റെഡ് ആയിട്ടുള്ള ഡിസൈനോട് കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇത് 19 പീസ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ സ്ക്രാച്ച് പ്രൂഫ് ആണെന്നാണ് പറയണത്. പിന്നെ മൈക്രോവേവ് സേഫാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ 6 ഫുൾ പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 6 ക്വാർട്ടർ പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു വലിയൊരു ബൗളുണ്ട് കേട്ടോ. ആ ബൗള് കറിയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബൗളുണ്ട്. അപ്പോൾ ആ ബൗളിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഐസ്ക്രീം ബൗൾസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ 6 എണ്ണം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഒരു സെറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പോറോസിലിൻ്റെ ഒരു സെറ്റ് ഗ്ലാസ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ അത് കയ്യിലുണ്ടെന്ന് അറിയില്ല, ആ കണക്കിനുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 360 മില്ലി അളവിലൊക്കെ വെള്ളം കൊള്ളുന്ന ടൈപ്പ് വലിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ചൂടുകാലത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഗ്ലാസ്സാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയും കേട്ടോ. അപ്പോൾ അതുപോലെ ഉള്ള ഗ്ലാസ്സാണ്. പിന്നെ നന്നായിട്ട് നമ്മൾ ഡിസൈനൊന്നും ഇല്ലാത്ത കാരണം അതിലെന്താണോ ഒഴിക്കുന്നത് എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഗ്ലാസ് കൂടിയാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചത് ഒരു അയൺ ബോക്സ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ അയൺ ബോക്സ് കംപ്ലൈൻറ്റ് വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ അവിടെ അയൺ ബോക്സ് കൂടി കണ്ടപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ 800 രൂപയായിരുന്നു ഇതിൻ്റെ വില. ടീൽ ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ അടിവശം വന്നിട്ടുള്ളത് നമ്മളെ സ്റ്റീൽ പ്ലേറ്റ് അല്ല, അത് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ടൈപ്പ് നമ്മളെ നോൺ സ്റ്റിക്ക് മോഡൽ തന്നെയാണ് കേട്ടോ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അടിയെ പിടിക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി അയൺ ബോക്സും വാങ്ങി.
ഇനി ഒരു ഡിജിറ്റലായിട്ടുള്ള വെയിങ് മെഷീനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഹെൽത്ത് ആൻഡ് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. ഇത് ഞാൻ 1.5 കൊല്ലം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് ഓർഡർ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2 വർഷത്തിൻ്റെ അടുപ്പിച്ച് ആവാറായി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഡിജിറ്റലായിട്ടുള്ളതാണ്. നമുക്ക് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ അവിടെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.